ഇത് എന്ത് റോ മെറ്റീരിയൽ ആണ് സാർ? എന്ത് വെച്ച് ഉണ്ടാക്കുന്ന ആക്ച്വലി? ഇത് ആക്ച്വലി തിൻ ഗ്ലാസ് മെറ്റീരിയൽസ്, ഗ്ലാസ് ഫൈബേഴ്സിന്റെ തിൻ മെറ്റീരിയൽസും പോളിമറും മിക്സ് ചെയ്തിട്ട്, പക്ഷെ അത് മാത്രമല്ല മറ്റൊരുപാട് കെമിക്കൽ മിക്സ് ചെയ്തിട്ട് റോൾ ചെയ്തുണ്ടാക്കുന്ന മെറ്റീരിയൽ ആണിത്. പിന്നെ ആക്ച്വലി ഇവർ ഈ റിപ്പ് പാറ്റേണിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമുക്കൊരു ചെറിയൊരു പാറ്റേൺ ഇത് കാണാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോൾ ഓവറോൾ ഉണ്ടല്ലോ, എൻ്റെ ഈ ടോട്ടൽ പ്രൊജക്റ്റിന് ഓൾമോസ്റ്റ് ഒരു 10 lakhs കമ്പി ആയെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ അങ്ങനെയല്ല കാൽക്കുലേറ്റ്. ഞാൻ പറയാണ്, പവൻ പുതിയ സാധനം വന്നിട്ടുണ്ടപ്പാ, ഇത് മതി, 40 ലക്ഷത്തിന്റെ കമ്പിയാവും. ആവോ? അതെ, ഓയ്യോ, അത്രയും വ്യത്യാസം വരും. വലിയൊരു എനിക്ക് അതന്നെ മതി. അല്ല, പക്ഷേ ഇപ്പൊ അതിനോട് ഞാൻ പറയും, കടലിന്റെ സൈഡിലാണ് വീടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സീരിയസ്ലി ആലോചിക്കണം എന്ന് പറയും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, ഒരു റൂളും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ല. സിറ്റുവേഷൻ അനുസരിച്ച് അത് മെയിൻ തിങ് ഇസ് ലൈക്ക് എന്താണ് നമ്മുടെ ഒരു ആവശ്യം തിരിച്ചറിയാം, അതിലേക്ക് ഒരു സൊല്യൂഷനിൽ എത്താൻ. എനിക്കൊന്ന് മോസ്റ്റ്ലി നിങ്ങളുടെ ഡിസൈനും എല്ലാം അങ്ങനെയല്ലേ പോകുന്നത്. ആൾക്കാരെ സിറ്റുവേഷന്റെ ആവശ്യവും ആളാവശ്യവും മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടേക്ക് അവേ എന്താണ് ആക്ച്വലി ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? പുതിയ സാധനങ്ങളോട് എപ്പോഴും അഡാപ്റ്റീവ് മെന്റാലിറ്റി കാണിക്കുക എന്നുള്ളതും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പുതിയ സാധനം വരുമ്പോഴേക്കും പഴയത് മോശമാണെന്നും പൊട്ടയാണെന്നും ചിന്തിക്കാണ്ട് ഇരിക്കുക. അതാണ്, ഓരോ കാലത്തിനും അതിൻ്റെതായ പ്രോഡക്ട്സ് കറക്റ്റ് ആയിട്ട് വരും. അതിനോട് നമ്മൾ ഓപ്പൺ ആയിരിക്കുക, അത്രേ ഉള്ളൂ.